ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഇന്നേ വരെ ഷോർട്സിൽ കൂടെ ഞാൻ ചെയ്യുന്ന ഓരോ ക്രാഫ്റ്റും ജേർണലിങ്ങും അതല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ആരാ, എന്താ, എവിടെ ഉള്ളതാ, എൻ്റെ ഏജ് എത്രയാ, ഞാൻ എന്താ ചെയ്തിരുന്നത്, ഞാൻ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊന്നും നിങ്ങൾക്ക് അറിഞ്ഞിട്ടല്ലോ. അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾ Q&A വഴി ചോദിച്ചതും കൂടിയാണല്ലോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ആരാ എന്താന്നൊക്കെ എൻ്റെ ഒരു സെൽഫ് ഇൻട്രോ പോലെ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വെച്ചു. അതേപോലെ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഷോർട്സിൽ ചെയ്യുന്നത് പോലെ അത്ര ഈസി ഒന്നും അല്ല ഈ ലോങ് വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ കൂടെ നിൽക്കണേ. അപ്പോൾ ബാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ അടുത്ത് മെജോറിറ്റി പേര് ചോദിച്ചത് എന്താണ് എൻ്റെ പേര്. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ എൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് എൻ്റെ പേര് സഫാന മുഹമ്മദ് എന്നാണ്. ഇനി നമുക്ക് ഫേസ് റിവീലിങ്ങിലോട്ട് കിടന്നാലോ? അതെന്തായാലും ഉടനെ ഇല്ല. എന്തായാലും എൻ്റെ കാർട്ടൂൺ പോലെ എൻ്റെ ഒരു ഫേസ് നിങ്ങൾ കണ്ടോ? ഇതാണ് എൻ്റെ ഫേസ്. ഈ ചെയ്ത സ്റ്റിക്കേഴ്സിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എൻ്റെ ഏജ് പറയണേ, 21 പറയണോ 22 പറയണോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഇപ്പം ഞാൻ കറൻ്റ് 21 അടുത്ത മാസം ഞാൻ 22 പോകും. അതാണ് എൻ്റെ ഏജ്. എൻ്റെ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രമാണ്. പിന്നെ ഉമ്മാൻ്റെ പേര് സിമി എന്നും പാപ്പാൻ്റെ പേര് ഷിബു എന്നും പിന്നെ ഒരു അനിയനും ഉണ്ട്. ഞാൻ പഠിച്ചത് BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയാണ്. ഇനി ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ടാക്കിയ എൻ്റെ ഒരു ജേർണി ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ടാക്കണമെന്നൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം രാത്രി ഇരുന്നിട്ട് നാളെ തൊട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് തുടങ്ങും എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ വീട്ടിൽ ഇരുന്ന് മടുത്ത് എന്ത് ചെയ്യും, രാവിലെ എണീക്കും, ഫുഡ് കഴിക്കും, അങ്ങനെ ഒരു റുട്ടീനിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ചാനലിലോട്ട് കയറാമെന്നും പറഞ്ഞ് അങ്ങനെ ചെയ്ത് തുടങ്ങി. ഇന്ന് ഇതേ വരാം. അപ്പോൾ എനിക്ക് ലൈവിൽ 650+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്കൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതും കൂടി ചേർത്ത് ഞാൻ 1K ആകുമ്പോൾ നല്ലൊരു ഗീവ് അവേ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കാണുന്നതെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ 500 സബ്സ്ക്രൈബേഴ്സ് 2 മാസം കൊണ്ടായപ്പോൾ എനിക്ക് എന്താ ഫീൽ ആയത്, എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഞാൻ ഇത്രയും ഷോർട്ട് ടൈമിൽ എനിക്ക് ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ്, അത് എന്നെ സംബന്ധിച്ചത് എനിക്കൊരു വലുതായിരുന്നു. പിന്നെ എൻ്റെ ഹിഡൻ ടാലൻറ്റ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഹിഡൻ എന്ന് പറയുന്ന ടാലൻ്റ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ വിസിബിളി കാണുന്നതൊക്കെയാണ് എൻ്റെ ടാലൻറ്റ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് DIY, ഫോം ക്ലേ ഒക്കെ വെച്ച് ചെയ്യുന്ന എല്ലാ DIYs എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ക്ലേ ആർട്ട്, അങ്ങനെ കുറേ എൻ്റെ ചാനലിലുള്ള ഒട്ടുമിക്ക ഉള്ളതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം ഇതെല്ലാമാണ് ഞാൻ. ഇപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ?